ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 78. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ. വിവർത്തനം. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഭാവാർത്ഥം. ധൃതരാഷ്ട്രരുടെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. വീരയോദ്ധാക്കളായ ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവർ സഹായത്തിനുള്ള തൻ്റെ മക്കൾക്ക് വിജയം ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. തൻ്റെ കക്ഷി ജയിക്കുമെന്ന് ആ രാജാവ് കരുതി. പക്ഷേ യുദ്ധരംഗം വിവരിച്ചുകൊണ്ട് സഞ്ജയൻ പറഞ്ഞതിതാണ്: അങ്ങ് വിജയത്തെക്കുറിച്ച് ഓർക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ കൃഷ്ണാർജുനന്മാർ എവിടെയോ അവിടെയായിരിക്കും സർവശ്രേയസ്സും. ധൃതരാഷ്ട്രർ തൻ്റെ കക്ഷിക്ക് ജയം പ്രതീക്ഷിക്കേണ്ട എന്ന് സഞ്ജയൻ നേരിട്ട് പറയുന്നു. കൃഷ്ണൻ കൂടെയുള്ളതുകൊണ്ട് അർജുനൻ്റെ കക്ഷി ജയിക്കുമെന്ന് ഉറപ്പിക്കാം. കൃഷ്ണൻ അർജുനൻ്റെ തേരാളിയാകാൻ സമ്മതിച്ചതും ഒരു വൈഭവ പ്രദർശനമാണ്. സകല വിഭൂതികളുടെയും ഉറവിടമാകുന്നു കൃഷ്ണൻ. ആ വിഭൂതികളിലൊന്നാണ് വൈരാഗ്യം. ഈ വൈരാഗ്യത്തിനു ധാരാളം ഉദാഹരണങ്ങളുണ്ട്. വൈരാഗ്യാധിപനുമാണല്ലോ കൃഷ്ണൻ. വാസ്തവത്തിൽ യുദ്ധം ദുര്യോധനനും യുധിഷ്ഠിരനും തമ്മിലാണ്. ജ്യേഷ്ഠനായ യുധിഷ്ഠിരനു വേണ്ടി പൊരുതുകയാണ് അർജുനൻ. യുധിഷ്ഠിരൻ്റെ സഹായികളാണ് കൃഷ്ണനും അർജുനനും. അവർ തൻ്റെ പക്ഷത്തിലായതുകൊണ്ട് യുധിഷ്ഠിരന് വിജയം സുനിശ്ചിതമാണ്. ആരാണ് ലോകം ഭരിക്കുക എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ യുദ്ധം. യുധിഷ്ഠിരൻ ജയിച്ച് നാടുവാഴുമെന്ന് സഞ്ജയൻ പ്രവചിക്കുന്നു. യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷവും യുധിഷ്ഠിരന് കൂടുതൽ അഭ്യുദയമുണ്ടാകുമെന്നും അദ്ദേഹം നീതിമാനും ഭക്തനും ധാർമ്മികനുമായതാണ് കാരണമെന്നും കൂടി സഞ്ജയൻ പറയുന്നു. യുധിഷ്ഠിരൻ തൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ നുണ പോലും പറഞ്ഞിട്ടില്ല. യുദ്ധഭൂമിയിൽ വെച്ച് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ നടന്ന സംഭാഷണമാണ് ഭഗവത്ഗീതയെന്ന് വിശ്വസിക്കുന്ന അനേകം മന്ദബുദ്ധികളുണ്ട്. അങ്ങനെയുള്ള ഒരു കൃതി പുണ്യഗ്രന്ഥങ്ങളിലൊന്നാവാൻ വയ്യ. കൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുവെന്ന് ആക്ഷേപിക്കുന്നവരുമുണ്ട്. യുദ്ധം അധാർമികമാണ്. പക്ഷേ സംഭവസ്ഥിതി ഇവിടെ വിശദമാക്കിയിരിക്കുന്നു. ഉത്കൃഷ്ടമായ നീതിശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിൻ്റെ കാതലായ ഭാഗം 9-ാം അധ്യായത്തിൻ്റെ 34-ാം ശ്ലോകത്തിലൊതുങ്ങുന്നു. മന്മനാഭവ മദ്ഭക്ത, കൃഷ്ണഭക്തനാവണമെന്നർത്ഥം. സർവധർമ്മങ്ങളുടെയും സാരം ഇതാണ്: സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നീതിധർമ്മങ്ങളുടെ ഉത്തമ പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നതാണ് ഭഗവത്ഗീത. മറ്റ് പ്രക്രിയകളെല്ലാം പവിത്രങ്ങളാവാം, അവ ഇതിലേക്ക് വഴിവെക്കുന്നു എന്നു വരാം. ഏതായാലും സകല നീതിധർമ്മങ്ങളുടെയും രത്നച്ചുരുക്കമാണ് ഭഗവത്ഗീതയിലെ അന്തിമോപദേശം, കൃഷ്ണന് സ്വയം സമർപ്പിക്കുക എന്നത്. 18-ാം അധ്യായം ഇതിന് ഊന്നൽ കൊടുത്തിരിക്കുകയാണ്. തത്വജ്ഞാനപരങ്ങളായ നിഗമനങ്ങളെക്കൊണ്ടും ധ്യാനം കൊണ്ടും ആത്മസാക്ഷാത്കാരം നേടുന്നതാണ് ഒരു പ്രക്രിയ എന്ന് ഭഗവത്ഗീതയിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ സമഗ്രമായ ഉത്കൃഷ്ടത കൃഷ്ണനായി സ്വയം സമർപ്പിക്കലാണ്. ഭഗവത്ഗീതോപദേശത്തിൻ്റെ സാരസർവസ്വമാണിത്. സാമൂഹ്യമായ വർണ്ണാശ്രമ ധർമ്മമനുസരിച്ചും ധർമ്മ വ്യത്യാസമനുസരിച്ചുമുള്ള നിബന്ധനകളുടെ വഴി ഗോപ്യമായൊരു ജ്ഞാനത്തിൻ്റേതാവാം. അങ്ങനെ ധാർമ്മികാനുഷ്ഠാനങ്ങൾ ഗോപ്യങ്ങളെങ്കിൽ ധ്യാനവും ജ്ഞാനയോഗവും അതിലേറെ ഗോപ്യങ്ങളാണ്. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ സേവനത്തിനു വേണ്ടി കൃഷ്ണന് സ്വയം സമർപ്പിക്കുക എന്നത് ഏറ്റവും രഹസ്യമായ ഉപദേശവും. 18-ാം അധ്യായത്തിൻ്റെ സാരമിതാണ്: പരമസത്യം ഭഗവാൻ കൃഷ്ണൻ മാത്രമാണെന്നതാണ് ഭഗവത്ഗീതയുടെ മറ്റൊരു ഭാവം. ഈ നിരപേക്ഷ തത്വം 3 വിധത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. അവ്യക്തഗത ബ്രഹ്മം,
സ്ഥാനീയ പരമാത്മാവ്, പരമദിവ്യോത്തമ പുരുഷനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിങ്ങനെ. നിരപേക്ഷ തത്വത്തിൻ്റെ പൂർണ്ണജ്ഞാനമെന്നാൽ കൃഷ്ണനെപ്പറ്റിയുള്ള പൂർണ്ണജ്ഞാനം തന്നെ. കൃഷ്ണനെക്കുറിച്ച് അറിവ് സിദ്ധിച്ചവർക്ക് ജ്ഞാനത്തിൻ്റെ ഏതു വിഭാഗവും സ്പഷ്ടമാണ്. പരമമായ കൃഷ്ണജ്ഞാനത്തിൻ്റെ ചെറിയ അംശമാണല്ലോ അതോരോന്നും. തൻ്റെ സനാതനമായ അന്തരംഗ ശക്തിയിൽ സദാ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണൻ എപ്പോഴും ഇന്ദ്രിയാതീതനാണ്. തൻ്റെ ശക്തിയിൽ നിന്ന് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നു. അവ രണ്ടു വിധമാണ്: നിത്യബദ്ധരും നിത്യമുക്തരും. ഈ ജീവഗണങ്ങൾക്ക് എണ്ണമില്ല. കൃഷ്ണൻ്റെ മൗലികാംശങ്ങളാണ് അവയെന്ന് കരുതപ്പെടുന്നു. ഭൗതിക ശക്തിക്ക് 24 രൂപഭേദങ്ങളുണ്ട്. ശാശ്വതമായ കാലത്താൽ സൃഷ്ടിപ്രക്രിയ നടക്കുന്നു. ബഹിരംഗ ശക്തി സൃഷ്ടിജാലത്തെ ഉളവാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ആവിഷ്കാരം ദൃശ്യമായിക്കൊണ്ടും അദൃശ്യമായിക്കൊണ്ടും തുടരുകയാണ്. ഭഗവത്ഗീതയിൽ 5 പ്രധാന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്: പരമദിവ്യോത്തമ പുരുഷൻ, ഭൗതിക പ്രകൃതി, ജീവാത്മാവ്, ശാശ്വതമായ കാലം, കർമ്മം എന്നിവ. ഈ 5ഉം ഭഗവാൻ കൃഷ്ണനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നിരപേക്ഷ തത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അവ്യക്തഗത ബ്രഹ്മം, പരമാത്മാവ്, വേറെയും ഏതെങ്കിലും വിധത്തിൽ അതീന്ദ്രിയമായ ഭഗവത് സത്തയെ നിർവചിക്കുന്ന ആശയങ്ങൾ, ഇവയെല്ലാം പരമപുരുഷനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ പരിധിയിൽപ്പെടും. ഒറ്റ നോട്ടത്തിൽ ഭഗവാനും ജീവാത്മാവും ഭൗതിക പ്രകൃതിയും കാലവുമെല്ലാം വ്യത്യസ്തങ്ങളായി തോന്നുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് ഭിന്നമായി യാതൊന്നുമില്ല. എന്നാൽ അവിടുന്ന് മറ്റേതൊന്നിൽ നിന്നും വ്യത്യസ്തനുമാണ്. അചിന്ത്യഭേദാഭേദ തത്വം എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സിദ്ധാന്തം. നിരപേക്ഷ തത്വത്തിൻ്റെ പരിപൂർണ ജ്ഞാനം ഉൾക്കൊള്ളുന്നതാണ് ഈ തത്വദർശനം. സഹജാവസ്ഥയിൽ ശുദ്ധമായ ആത്മാവാണ് ജീവൻ, പരമാത്മാവിൻ്റെ അണുപ്രായമായൊരംശം. ശ്രീകൃഷ്ണ ഭഗവാനെ സൂര്യനോടും ജീവാത്മാക്കളെ സൂര്യപ്രകാശത്തോടും ഉപമിക്കാം. കൃഷ്ണൻ്റെ തടസ്ഥ ശക്തികളായ ജീവാത്മാക്കൾ ഭൗതിക ശക്തിയോടോ ആധ്യാത്മിക ശക്തിയോടോ ബന്ധപ്പെടാനുള്ള ഒരു പ്രവണതയുള്ളവരാണ്. രണ്ടുതരം ഭഗവത് ശക്തികൾക്ക് മധ്യത്തിലാണ് ജീവന്റെ നിലയെന്നും ഉത്തമ ശക്തിയുള്ളതാകയാൽ അതിന് തെല്ലൊരു സ്വാതന്ത്ര്യമുണ്ടെന്നും പറയാം. ഈ സ്വാതന്ത്ര്യത്തെ വേണ്ടും വണ്ണം ഉപയോഗിച്ചാൽ ജീവന് കൃഷ്ണന്റെ ആജ്ഞാനുവർത്തിയായി തീരാം. അങ്ങനെ ആനന്ദപ്രദാനത്തിന് കഴിവുള്ള സ്വാഭാവിക അവസ്ഥയിലെത്തുകയും ചെയ്യാം. സന്യാസത്തിൻ്റെ പരിപൂർണത എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു: ഹരേ കൃഷ്ണ, സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.